ചാതുർമാസ്യത്തിലെ ആദ്യത്തെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് കാമിക ഏകാദശി. ഓഗസ്റ്റ് 9 ഞായറാഴ്ചയാണ് കാമിക ഏകാദശി. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും, അതായത് സമ്പത്ത്, ഐശ്വര്യം, സമാധാനം, സന്തോഷം, മക്കളുടെ ഉയർച്ച എല്ലാം സാധിച്ച് തരുന്നതാണ് ഈ ഏകാദശി വ്രതം. മാത്രമല്ല നമ്മൾ ചെയ്തിട്ടുള്ള സകല ദുഷ്കൃതങ്ങളും ഇല്ലാതാവുകയും സകല പാപങ്ങളും ഇല്ലാതാകും. മാത്രമല്ല നമ്മളുടെ എല്ലാ പാപങ്ങളും, അതായത് എന്താ പറയുക, പിതൃദോഷം എല്ലാം അകറ്റും. അങ്ങനെ നമ്മളെ ശുദ്ധമാക്കുന്ന, പരിശുദ്ധമാക്കുന്ന ഒരു ഏകാദശി കൂടിയാണ് ഇത്. ഈ ഏകാദശി വിധിയാവണ്ണം അനുഷ്ഠിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈകുണ്ഠത്തിലെത്തുമെന്നാണ്. സംശയിക്കേണ്ട. വൈകുണ്ഠമെന്ന് പറഞ്ഞാൽ വികുണ്ഠതകൾ, അതായത് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളുമില്ലാത്ത ഒരു ലോകമാണ്. അത് മരണത്തിന് ശേഷമല്ല, ഈ ലോകത്തിൽ തന്നെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ ഏകാദശി അത്യന്തം ശ്രേഷ്ഠവും ഉത്തമവുമായ ഒന്ന് തന്നെയാണ്. ഈ ചാതുർമാസത്തിൽ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ പോലെ തന്നെ നമുക്കറിയാമല്ലോ, ദശമിയും ദ്വാദശിയും, അതായത് 8-ാം തീയതിയും 10-ാം തീയതിയും നമുക്ക് ഒരു നേരം ആഹാരം കഴിക്കാം, അരിയാഹാരം. അതായത് ഒരിക്കലായിട്ട് നമുക്ക് നോക്കാം. 9-ാം തീയതി ഏകാദശിയുടെ അന്ന് നമുക്ക് പൂർണ്ണ ഉപവാസമാണ് ഏറ്റവും ഉത്തമം. ഇല്ലെങ്കിൽ പഴം കഴിച്ചോ പാല് കഴിച്ചോ ഇങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. പക്ഷേ ഇനി നമ്മളുടെ ആരോഗ്യവും ബാക്കി കാര്യങ്ങളുമൊക്കെ അനുസരിച്ച് മാത്രമേ നമ്മൾ ഈ കഠിന വ്രതമൊന്നും വേണ്ട. കാരണം നമ്മൾ കഠിനമായിട്ട് നമ്മളെ ദേഹത്തെ വിഷമിപ്പിച്ചിട്ടൊന്നും നമ്മൾ ഒരു വ്രതവും എടുക്കണമെന്ന് ആരും പറയുകയില്ല. പിന്നെ ഹരിവാസര സമയമെന്ന് പറയുന്നത് ഓഗസ്റ്റ് 9 രാവിലെ 5:48 മുതൽ വൈകുന്നേരം 4:19 വരെയാണ്. ആ സമയത്ത് നമ്മൾ ഭഗവാന്റെ സമീപത്ത് തന്നെ ഇരിക്കുക. അടുത്ത് പോയി ഇരിക്കാനല്ല പറഞ്ഞത്, നമ്മളുടെ എപ്പോഴും ഭഗവാനിലായിരിക്കണം ആ സമയത്തൊക്കെ. പിന്നെ ഈ ഏകാദശിക്ക് തുളസിയെയും ലക്ഷ്മി ദേവിയെയും ഭഗവാനെയും, ഇവരെ 3 പേരെയും നമ്മൾ പൂജിക്കണം, പ്രാർത്ഥിക്കണം. ക്ഷേത്രത്തിൽ പോയി പറ്റുമെങ്കിൽ വഴിപാടുകളൊക്കെ കഴിക്കുക. പിന്നെ പാരണാസമയം എന്ന് പറയുന്നത് 10-ാം തീയതി രാവിലെ 6:15 മുതൽ 8 വരെയാണ്. സമയത്ത് പാരണയൊക്കെ വേടി നമ്മളുടെ ജീവിതം ഏറ്റവും അർത്ഥവത്താക്കാം. കാരണം നമ്മളുടെ ജീവിതം അർത്ഥവത്താക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഭഗവാനിലേക്ക് അടുക്കുക എന്ന് തന്നെയാണ്. അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ഏകാദശി ആശംസിക്കുന്നു.